കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ച് ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് ഓരോ ദിവസവും ഈ ലോകത്തിൻ്റെ ഗതി എന്താണെന്ന് വളരെ ആകാംക്ഷയോടുകൂടിയാണ് നാം കാണാൻ ശ്രമിക്കുന്നത്. നാം ഉറങ്ങാൻ കിടന്നാൽ ഉണർന്നു വരുമ്പോൾ നാം കേൾക്കുന്ന വാർത്തകൾ എത്ര ഭീകരമായ വാർത്തകളാണ്. ഓരോ ദിവസവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, ശിലാഹൃദയരെ പോലും കരയിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ആണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ, 2-3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ നിർദ്ദയം ജീവനോടെ കിണറ്റിലേക്ക് എറിയുന്ന പിതാക്കള്, സഹോദരങ്ങള്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കള് വളർത്തി വലുതാക്കി, സ്വന്തം ചോരയും നീരും നൽകി വളർത്തി വലുതാക്കിയ മക്കൾ, മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ ഹൃദയം ചുട്ടരിക്കുന്ന വാർത്തകൾ. അതുപോലെ തന്നെ നമുക്ക് മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഒരു മാതാവിനെ അടുത്ത ദിവസം കേട്ട വാർത്ത ഏതാണ്? 17 വയസ്സുള്ള ഒരു പയ്യൻ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം വേദനാജനകമായിരിക്കുന്ന വാർത്തകളാണ്. ഇതില്ലാത്ത ഒരു ദിവസവുമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരേ പാർട്ടികൾ തന്നെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ആ പാർട്ടി ഇല്ലാതെയാകുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ. മതപരമായി നോക്കിയാൽ അങ്ങേയറ്റം മത അനുഷ്ഠാനങ്ങളുടെ പേരിൽ തമ്മിലടിക്കുക. കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടു, ഒരു പള്ളി പോലീസ് ഒന്ന് പൂട്ടേണ്ട സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥമായും മനുഷ്യൻ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ ദൈവവിശ്വാസികളായി, ഈശ്വര വിശ്വാസികളായി ജീവിക്കുവാൻ ആരും ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് അല്ലെങ്കിൽ ദൈവിക ചിന്തകൾക്ക് ജീവിതത്തിൽ യാതൊരു ഇടവും കൊടുക്കാതെ, സ്ഥാനവും കൊടുക്കാതെ, സ്വാർത്ഥ തൽപരരായി ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, മോഹങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവർ, മദ്യവും മയക്കുമരുന്നും എല്ലാം മനുഷ്യനെ സുബോധം നഷ്ടപ്പെടുത്തുന്നവരായി തീരുന്നു. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അതുകൊണ്ടൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. എപ്രകാരം ഒരു സൃഷ്ടാവിനെ അംഗീകരിക്കാൻ സാധിക്കാത്തവർ, അവർക്ക് ഭയക്കാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ദുർമാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ ഈ വിശുദ്ധ വേദപുസ്തകം, അതിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ അതെന്തുമാത്രം മനുഷ്യനെ നേരായ മാർഗത്തിൽ നടത്തുന്നു എന്നുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. അതിൻ്റെ വാക്യങ്ങൾ നമ്മെ അങ്ങനെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബൈബിൾ അത് ദൈവാത്മനിശ്വസ്തമാണ് എന്നുള്ള കാര്യത്തിൽ അത് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഈ സമൂഹത്തെ അവരെ ദൈവ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഏറ്റവും ചാരിതാർത്ഥ്യജനകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം, അതിൽ 111 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം ഞാൻ വായിക്കുക. ഏതാനും ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുക. 111 സങ്കീർത്തനത്തിന്റെ 11 വാക്യം ഇങ്ങനെയാ പറയുന്നത്: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അത് ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ പാപ സ്വഭാവത്തിന്റെ മുഖ്യ കാരണം ബുദ്ധിയുടെ അഭാവമാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധി, നേർബുദ്ധി ഇല്ലാത്തതാണ്. അവരുടെ ബുദ്ധിയെല്ലാം വക്രബുദ്ധികളാ, വളഞ്ഞ ചിന്തയിലാണ്. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു, അത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഒരുവൻ യഥാർത്ഥ ജ്ഞാനം അവന് ലഭിക്കണമെങ്കിൽ അവൻ യഹോവ ഭക്തി ഉള്ളവനായിരുന്നാൽ അവന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനമുള്ളവനായി അവൻ മാറും. അങ്ങനെ യഥാർത്ഥ ജ്ഞാനം ഒരുവനെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാ? അവനെ നിത്യജീവനിലെ എത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടമെല്ലാം ആ നിത്യജീവൻ എത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മനുഷ്യൻ
പ്രയത്നിക്കുന്നത്. നമ്മുടെ എല്ലാ മതങ്ങളും നമ്മെ നമ്മോട് ഉപദേശിക്കുന്നത് ഇങ്ങനെ ഒരു നിത്യജീവനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു രക്ഷയെക്കുറിച്ചാണ്. അതിനുള്ള കർമ്മമാർഗങ്ങളാണ് അവർ നമ്മോട് അനുഷ്ഠിക്കാൻ പറയുന്നത്. അതാണ് വേദവിരുദ്ധമാണ് എന്ന് പറയുന്നത്. അവർ അനുശാസിക്കുന്ന കർമ്മമാർഗങ്ങൾക്കൊന്നും ഒരുവനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കുകയില്ല. അവൻ യഥാർത്ഥമായി ദൈവവചനത്തിൽ അവന് വിശ്വസിക്കാനും സ്വയം അവന് മാറ്റം വരുത്തുവാനും അവൻ തയ്യാറാകും. മറ്റൊരു വേദഭാഗം 119 സങ്കീർത്തനം, അതിന്റെ 162 എന്നുള്ള ഏതാനും വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. യഹോവയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെയാ എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കാത്ത വിധത്തിലുള്ള സമ്പത്ത്, സ്വത്ത് ആ കൊള്ളയിട്ട ഭവനത്തിൽ ഉണ്ടായിരുന്നു. ആ സ്വത്ത് നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമുള്ള ഒരു സ്വത്ത് ഈ കൊള്ള ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയെങ്കിൽ എന്തൊരു ആനന്ദമാ. 2 പവൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊള്ളയിടാൻ പോയവന് കിട്ടിയത് 100 പവനാണെങ്കിൽ അവന്റെ സന്തോഷം എത്ര വലുതായിരിക്കും. അതുപോലെയാണ് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ എൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ച് വെറുക്കുന്നു. നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. അപ്പൊ ഞാൻ ഭോഷ്ക് പകയ്ക്കുന്നു, അതിനെ വെറുക്കുന്നു. കാരണം നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നാം പ്രിയം വയ്ക്കുന്നത് കൊണ്ട് എല്ലാ ഭോഷ്കിന്റെ മാർഗത്തിൽ നിന്നും നമുക്ക് നമ്മുടെ കാലുകളെ പിൻവലിക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അപ്പൊ ഇന്ന് സമാധാനമില്ലാത്ത ഒരു ജനത്തെ നാം കാണുന്നത്. അവൻ സമ്പന്നനായിക്കൊള്ളട്ടെ, ദരിദ്രനായിക്കൊള്ളട്ടെ, അവർക്ക് സമാധാനമില്ല ജീവിതത്തിൽ. ഇപ്പൊ താൻ സമ്പാദിച്ച സ്വത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാത്ത സ്വത്തിനെ കുറിച്ച്, തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും ഒക്കെ ആശങ്കയുള്ളവന് ഒരു സമാധാനവും ഇല്ല. എന്നാൽ നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നോക്ക, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അപ്പൊ ആ മഹാസമാധാനത്തിന് ഉടമകളാകാൻ നമുക്ക് സാധിക്കുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, പ്രിയമുള്ളവരെ. അതിന് നമുക്ക് സാധിക്കണം. വീണ്ടും 1-2 വേദഭാഗങ്ങളിലേക്ക് കൂടി ഞാൻ കടന്നു പോവുകയാണ്. ഒന്ന് 2 തിമോത്തിയോസിന്റെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ്. 2 തിമോത്തിയോസിന്റെ 3-ാം അധ്യായം, അതിന്റെ 16-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, അതാണ് വിശുദ്ധ വേദപുസ്തകത്തെയാ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. അത് ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അത് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രവചന നിവർത്തികൾ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഉള്ള ചില പ്രവചന നിവർത്തികൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന യാതൊരു മുൻവിധികളുടെയും ആവശ്യമില്ല. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, അതുകൊണ്ട് എന്താ, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ അവൻ മനുഷ്യനെ സംബോധന ചെയ്യുന്നത് തന്നെ നമ്മൾ കേട്ടെ. ദൈവത്തിന്റെ മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര സന്തോഷം, അല്ലെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാത്. നമുക്ക് ദൈവത്തിന്റെ മനുഷ്യനായി തീരുവാൻ, അല്ലെങ്കിൽ നാം മറ്റാരുടെയുമല്ല, ദൈവത്തിന്റെ വകയാണ് നാം എന്നുള്ള ഒരു ബോധം നമ്മിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പിതാവ് അവനാണ്, നമ്മുടെ സൃഷ്ടാവ് അവനാണ്,
ഈ പ്രപഞ്ച നിയന്താതാവ് അവനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നാം നമ്മുടെ നമുക്ക് നമ്മെ പല വീഴ്ചകളിൽ നിന്നും ആ ചിന്ത നമ്മെ കരകയറ്റും. അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, അത് എന്തിനൊക്കെ പ്രയോജനപ്പെടും ആകേണ്ടതിന്, അത് വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പൊ ഉപദേശത്തിന് ഒരുവൻ ജീവൻ പ്രാപിക്കാൻ ഏതാണ് വഴി, ഏത് മാർഗം സ്വീകരിക്കണം എന്നുള്ള ഉപദേശം, അത് വളരെ വളരെ വിലപിടിച്ച ഒന്നാണ്. അപ്പൊ ഈ ലോകത്ത് ഒത്തിരി ഉപദേശങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥമായും ഈ ജീവന്റെ വഴി കാണിച്ചു തരുന്ന ഉപദേശം, ആ ഉപദേശം ജീവന്റെ വഴിയാണെന്ന് പറഞ്ഞു തന്നെ എത്രയോ ദുർമാർഗങ്ങളിൽ കൂടെയാ, തെറ്റായ വഴികളിൽ കൂടെയാ ഇന്ന് നമ്മുടെ മതങ്ങൾ, നമ്മുടെ സമൂഹം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായും ജീവന്റെ വഴി, സത്യ ഉപദേശം എന്താണെന്ന് കാണുമ്പോഴേ നമുക്ക് ആ ജീവന്റെ വഴിയെ പൂർണ്ണമായും പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഉപദേശത്തിനും ശാസനത്തിനും, അത് കറക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ, നമ്മിലുള്ള പോരായ്മകളെ കറക്റ്റ് ചെയ്തെടുക്കുക, അതിന് ദൈവത്തിന്റെ വചനം പ്രയോജനപ്പെടും. ശാസനം എന്നുള്ളതിന് കറക്ഷൻ, ശാസനത്തിനും ഗുണീകരണത്തിനും, അത് നമ്മുടെ തെറ്റായ പല ആശയങ്ങളെയും ശുദ്ധീകരിച്ചെടുക്കാൻ സഹായിക്കും. അവസാനം ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, അതിൽ നിന്ന് ഞാൻ വിട്ടുപോകുക. നീതിയിലെ അഭ്യാസനത്തിനും അത് പ്രയോജനമുള്ളതാണ്. അപ്പം ഉപദേശത്തിന്, കറക്ഷന്, പിന്നെ എന്താ, അത് നമ്മളെ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ നീതിയിലെ അഭ്യാസനത്തിന്, ഇതിനെല്ലാം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കണ്ടോ, ദൈവത്തിന്റെ വചനം നമ്മെ എങ്ങനെയാണ് വളർത്തി ഒരു ഉത്തമ പൗരനാക്കി തീർക്കുന്നത്. നാം ഓരോരുത്തരും പറയും, നാം ഒരു രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി തീരണം. ചെറുപ്പത്തിൽ തന്നെ നാം സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ അവിടെയെല്ലാം അധ്യാപകർ പറയുന്നതാണ്, നിങ്ങൾ നാളെ ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടവരാണ്. നിങ്ങൾ ആരൊക്കെ ആയിരിക്കും, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ ലോകത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടവരാണ് നിങ്ങളെന്ന് നമ്മോട് പറയുകയാണ്. അതുപോലെ അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയാം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. നോക്ക, ഒരു മനുഷ്യനെയും അവിടെ ഉപേക്ഷിക്കുന്നില്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്നിട്ട് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം? ഭക്തിയില്ലാത്തവരായി ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ മുഴുകിപ്പോകും. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ നമ്മെ വഴിതെറ്റിക്കും. അതുകൊണ്ട് എന്ത് വേണം? ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും. ഇപ്പൊ ഈ ലോകത്തിൽ നമുക്ക് നമ്മെ ആകർഷിക്കുന്ന പ്രപഞ്ചമോഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ ഒത്തിരിയുണ്ട്. അതിനെയൊന്നും ഞാൻ പേരെടുത്ത് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം, ഉപേക്ഷിക്കണം. എന്നിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അപ്പൊ നീതിപൂർവമുള്ള ജീവിതമായിരിക്കണം, പിന്നെ ദൈവഭക്തിയോടുകൂടെയുള്ള ജീവിതമായിരിക്കണം, സുബോധത്തോടെയുള്ള ഒരു ജീവിതമായിരിക്കണം. ഇപ്പൊ മദ്യപിക്കുന്ന ഒരുവൻ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരുവൻ
അവന്റെ സുബോധം നഷ്ടപ്പെട്ടു. അവന് അമ്മയാരാണ്, പെങ്ങളാരാണ്, മാതാപിതാക്കളെ തിരിച്ചറിയാത്തവൻ, അത് സാധിക്കാത്തവൻ, സഹോദരങ്ങൾ ആരാണ് എന്നവന് തിരിച്ചറിവില്ല. അവന്റെ സുബോധം നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിൽ താൻ ചെയ്യുന്ന അക്രമം കൊണ്ട് അത് ഒരിക്കലും അതൊരു ശാശ്വത പരിഹാരമല്ല ഒരു പ്രശ്നത്തിനും എന്നവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൊലപാതകം നടത്തുന്നവൻ, കൊള്ളയിടുന്നവൻ, അടുത്ത നിമിഷം അവൻ പിടിക്കപ്പെടും. അവൻ ഒരുവനെ വധിച്ച് കൊള്ളയിട്ട് ഒരു ഭവനത്തിൽ നിന്നുള്ള എല്ലാം കൈക്കലാക്കി കളഞ്ഞാലും എത്ര ദിവസം അവന് പോലീസിന്റെ പിടിയിൽ അകപ്പെടാതെ ഈ കാലത്ത് ഒളിച്ചു കഴിയാൻ സാധിക്കും? ഇനി അങ്ങനെ ഒളിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന് എന്തർത്ഥമാവുള്ള? അവന് ഈ കട്ടും എടുത്തതെല്ലാം എങ്ങനെ അവന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ഇപ്പൊ സുബോധമില്ലാതെയാ ഇന്നത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കാൽവറിയിലെ ക്രൂശിൽ തന്റെ രക്തം നമുക്ക് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിലുള്ള ലക്ഷ്യം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കുക, നമുക്കങ്ങനെ നമുക്ക് സുബോധമുള്ളവരായി ധർമ്മ മാർഗങ്ങളിൽ കൂടെ, നീതിയുടെ മാർഗങ്ങളിൽ പാപമില്ലാത്തവരായി ജീവിക്കുവാൻ, പാപത്തെ സ്നേഹിക്കാതെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരവസരം അവൻ നമുക്കൊരുക്കിയിരിക്കുക. സകല സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു. നോക്കുക, നമ്മെ ശുദ്ധീകരിച്ച് തനിക്ക് കൊള്ളാവുന്ന ജനമാക്കി തീർക്കണം. അതാണ് ഞാൻ ഇതിനു മുമ്പ് ഉള്ള ദിവസങ്ങളിൽ പറഞ്ഞത്. ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നത് ഇപ്രകാരം ലോക ജനതയ്ക്ക് ഒരു നീതി വസിക്കുന്ന പുതിയ സംവിധാനം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അവരെ എന്നേക്കുമായി നിത്യമായി ജീവനിലേക്ക് വഴി നടത്തണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഇത് വീണ്ടും ഞാൻ പറയുന്നു. അടുത്തത് ഞാൻ ഒരു പ്രവചന ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുക, നിങ്ങളുടെ മുമ്പിൽ അത് സമർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിന് പ്രവചന നിവർത്തികൾ, ചരിത്രത്തിലെ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ചരിത്ര വസ്തുതകൾ, ലോക സംഭവങ്ങൾ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഇന്ന് സംഭവിക്കുന്ന ഈ ലോക സംഭവങ്ങൾ, അത് ദൈവാത്മനിശ്വസ്തമാണ് ഈ പുസ്തകം എന്ന് നമ്മെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെ അതിന് നമ്മെ ഏറെ സഹായിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇസ്രയേലിന്റെ അനുഭവമാണ് ഇപ്പൊ ഏറ്റവും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ളത്. കാരണം ഇസ്രയേൽ എന്നുള്ള അതൊരു മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ലോകത്തെ 7 മഹാത്ഭുതങ്ങളാവുന്നത്. പക്ഷെ ഇസ്രയേൽ എന്നുള്ളത് ഈ 7 മഹാത്ഭുതങ്ങളെയും അതിശയിപ്പിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജാതി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഈ ഇസ്രയേൽ ജാതിയെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. നോക്കുക, ആ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റിച്ച് നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് താഴ്വരയുടെ പരപ്പിൽ അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകന പറയാ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളത് അന്ന് കേവലം ഒരു സാധാരണ മനുഷ്യന് പറയാൻ സാധിക്കുകയില്ല. യഹോവേ, നീ അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്,
ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചു വിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ പറഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക പ്രിയമുള്ളവരെ, ഇത് വലിയൊരു പ്രവചനമാണ്. ആ പ്രവാചകൻ എന്താ കാണുന്നത്? ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂപ്രദേശം. അവിടെ അപ്പൊ പ്രവാചകൻ സംശയമായി. പ്രവാചകനോട് ചോദിക്കുകയാണ് യഹോവ, ഈ അസ്ഥികൂടങ്ങൾക്ക് ജീവൻ വെക്കുമോ? ഈ അസ്ഥി കഷ്ണങ്ങൾ ജീവിക്കുമോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. യഹോവയെ, കർത്താവായ യഹോവയെ നിനക്കേ അറിയാവൂ. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഇസ്രയേൽ. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പോയി ഇസ്രയേൽ ജാതി. അവർ ഒരു ജാതിയല്ലാതെ ആയിപ്പോയി. അവരുടെ ഭാഷ പോലും അവരുടെ എബ്രായ ഭാഷ എന്ന് പറയുന്ന ഭാഷ പോലും മൃതഭാഷയായിപ്പോയി. ലോകത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടു പോയി. ഇവർ 12 ഗോത്രങ്ങളായിരുന്നു. ആ 12 ഗോത്രങ്ങൾ ഏതാണ്ട് 2520 വർഷം കൊണ്ട് മിനിമം 100 തലമുറകൾ പിന്നിട്ട് ഏതാണ്ട് 70ഓളം രാജ്യങ്ങളിൽ ചിതറിപ്പാർത്തപ്പോൾ അവർ ഏത് ഗോത്രക്കാരെന്ന ആ അറിവ് പോലും അവർക്ക് ഇല്ലാതെയായിപ്പോയി. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ വെറും ദൈവത്തിന്റെ എല്ലാ കൃപകളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ എല്ലാ സംരക്ഷണയും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ അന്യദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട്, നമുക്കറിയാം ഈ നാസിയുടെ ആ കാലത്ത് എന്താ ഹോളോകോസ്റ്റ്, അവിടെയെല്ലാം എത്ര ലക്ഷക്കണക്കിന് യഹൂദന്മാരാണ് അവർ ഗ്യാസ് ചേംബറുകളിൽ അടച്ച് അവരെ എത്ര ലക്ഷക്കണക്കിന് യഹൂദന്മാരെയാ നിർദ്ദയം കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തായി അങ്ങനെ വെറും അസ്ഥികളായി മാറിയ യഹൂദൻ അവനോട് പറയുക, ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? തീർച്ചയായും പറയുക, ശ്വാസം അവന്റെ മേൽ വരും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തും. അപ്പൊ ഈ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ എന്തു വേണം? അവരുടെ മേൽ മാംസം കൊണ്ട് പൊതിയണം, മാംസം വെച്ച് പിടിപ്പിക്കണം, ഞരമ്പുകൾ ആ ശരീരത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അതിനുശേഷം ത്വക്കുകൊണ്ട് പൊതിയണം. പിന്നെയോ ശ്വാസമൂതണം. ഇതാണല്ലോ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ നിലത്തെ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞ്
ഒരു ശരീരം അവിടെ ഉണ്ടായിരുന്നു. ആ ശരീരത്തിൽ ദൈവത്തിന്റെ ശ്വാസം പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജീവശക്തി പ്രവേശിപ്പിച്ചു. ഇപ്പൊ ഇസ്രായേലിനോടും പറയാ, നിങ്ങൾ ഒരു അസ്ഥികളാ, നിങ്ങളുടെ മേൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ മേൽ ഞാൻ മാംസം പിടിപ്പിക്കും, ഞരമ്പുകൾ പിടിപ്പിക്കും, അതിനുശേഷം ഞാൻ തൊക്കുകൊണ്ട് പൊതിയും, എന്നിട്ട് എന്റെ ശ്വാസം നിങ്ങളുടെ മേൽ അയക്കും. അപ്പൊ ഈ ശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കും. അതിലേക്ക് ഞാൻ ഒരിക്കൽ വന്നതാ, വീണ്ടും ഞാൻ വരും. ഇത് ദൈവത്തിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഇസ്രായേൽ ജനത്തെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിടിവിച്ചതിനെയാ എന്റെ ശ്വാസം നിങ്ങളുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞത്. ഇതൊരൊറ്റ ദിവസം കൊണ്ട് ഒറ്റ അടിക്കുണ്ടായതല്ല. ക്രമാനുഗതമായ അവരുടെ മേൽ മാംസം പിടിപ്പിക്കണം, അവരുടെ മേൽ ഞരമ്പുകൾ പിടിപ്പിക്കണം, തൊക്ക് പിടിപ്പിക്കണം. നോക്കുക, ഇതൊക്കെ എങ്ങനെയുണ്ടായി? 1896-97 കാലഘട്ടത്തിൽ അപ്പോൾ ഇവിടെ വലിയൊരു ലോകവ്യാപകമായി സിയോനിസം എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു. തിയോഡർ ഹേസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സിയോനിസം എന്ന് പറയുന്നത്. 1896 കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ സിയോനിസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ച ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അവനിട്ട ചെറിയ ചെറിയ ചൂണ്ടകളിലൊന്നും ഇവര് കൊത്തിയില്ല. അതിനുശേഷം എന്താ ഇവിടെ പറയുക? ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്ന് ചേർന്നു. നോക്കുക, ഒരു മുഴക്കമുണ്ടായി, അതിനുശേഷം ഒരു ഭൂകമ്പമുണ്ടായി. 1917 ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ഉണ്ടായ ബാൽഫർ ഡിക്ലറേഷൻ, ഇതൊരു മുഴക്കമാ. ഏതാ? ഈ അസ്ഥികൾ ഒന്നു ചേരാനുള്ള ഒരു മുഴക്കമായിരുന്നു. അതിനുശേഷം 1948 ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതൊരു ഭൂകമ്പമായിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മുഴക്കവും ഒരു ഭൂകമ്പവും, ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ കൂടെ ഈ അസ്ഥികളെ കൂട്ടിച്ചേർത്തു. അസ്ഥിയോട് ചേർന്നു. ആ ജനം, ചിതറിപ്പോയിരുന്ന ആ ജനം, ഒന്നാകെ സ്വന്തം ദേശമായിരിക്കുന്ന, അവർക്ക് എഴുതി നൽകിയ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന പലസ്തീനിലേക്ക്, ഇത് മറ്റാരുടെയും അവകാശ ഭൂമിയല്ല, ഇസ്രായേലിന് ദൈവം തീരെഴുതി കൊടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ആ ജനം സന്നദ്ധരായി. അതാണ് ഞാൻ നായാട്ടുകാരെ അയച്ച് നിങ്ങളെ ഞാൻ അവിടെ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയില്ലായിരുന്നു. ഇതാണ് റിപ്പബ്ലിക്കായി അവർ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അപ്പോഴാണ് അവർക്ക് ശ്വാസം ഉണ്ടായത്, അവർ രാഷ്ട്രമായി ലോകം അംഗീകരിച്ചത്. അതിനുശേഷം യെരുശലേമിനെ ഈ ദേശത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കണം. അത് പിന്നീടുണ്ടായ ഒരു സംഭവമാണ്, അനുഭവമാണ്. ഇതെല്ലാം ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒന്നാ. നമുക്കറിയാം, അമേരിക്ക, ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ദിവസം പറഞ്ഞതാണ്, ഇപ്പോൾ അധികാരത്തിരിക്കുന്ന ട്രംപ്, ബഹുമാനപ്പെട്ട ട്രംപ്, അദ്ദേഹം ഇതിന് ആദ്യം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ യെരുശലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. നോക്കുക, അപ്പൊ ഈ ട്രംപ് അധികാരത്തിൽ വരുന്നത് ലോകത്തിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ അനേകായിരങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. ട്രംപിന്റെ പേരിൽ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് തന്നെ അധികാരത്തിൽ വരേണ്ടിയിരുന്നു. എന്തുകൊണ്ടാ? ഇതിനുള്ള തന്റെ ഇടം ആ മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവരുടെ മേൽ ഞരമ്പ് വെച്ച് അസ്ഥികൾ, ഇസ്രായേൽ ഗ്രഹമൊക്കെ, ഈ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്നും ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നും ഇവർ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അതിനൊക്കെ മാറ്റം വന്നു. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൽ പറയും, ഒരു ജാതി ഒരു ദിവസം കൊണ്ട് ജനിക്കുമോ? എന്താ ചോദ്യം? 66-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുക, ഒരു ജാതി ഒരു ദിവസം കൊണ്ട് ജനിക്കുമോ എന്നാ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ജാതി ഒരു ദിവസം കൊണ്ട് ജനിച്ചു നമുക്ക് കാണാൻ സാധിക്കും. 1948 മെയ് മാസം 14-ാം തീയതി 4:32 PM, ഉച്ച കഴിഞ്ഞ് 4:32 PM നമുക്ക് കാണാൻ സാധിക്കും, അവിടെ വലിയ ഒരു ഡേവിഡ് ബെൻ ഗൂർ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി
ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ നാളെ വീണ്ടും ഇതിനെക്കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.